പതിവ് പോലെ ജോലിക്ക് പോകാൻ വേണ്ടി വസ്ത്രം മാറുകയായിരുന്നു രവി. അതിനിടയിലാണ് ഗീത മുറിയിലേക്ക് കടന്നു വന്നത്. രവിയേട്ടാ, ഞാനൊന്ന് വീട്ടിൽ പോകട്ടെ? മടിച്ചുകൊണ്ടാണ് ഗീത ചോദിച്ചത്. അത് ചോദിക്കുമ്പോൾ ഗീതയുടെ മുഖത്ത് ചെറിയ ഭയം നിഴലിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. രവി, അയാൾ പുറത്തുള്ളവരോടൊക്കെ സൗമ്യമായിട്ടാണ് സംസാരിക്കുന്നതെങ്കിലും തൻ്റെ ഭാര്യയോട് അയാൾ എപ്പോഴും അല്പം ഗൗരവത്തിലേ പെരുമാറുമായിരുന്നുള്ളൂ. ഷർട്ടിൻ്റെ ബട്ടൺസ് ഇടുന്നതിനിടയിൽ രവി വല്ലാത്തൊരു ഭാവത്തിൽ കണ്ണുരുട്ടി ഗീതയെ ഒന്ന് നോക്കി. എന്നിട്ട് ഗൗരവത്തിൽ ഗീതയോട് ചോദിച്ചു, എന്താ ഇപ്പോൾ അവിടെ പോയിട്ട് പ്രത്യേകിച്ച്? അമ്മയെ കണ്ടിട്ട് കുറച്ചു നാളായി, ഒന്നവിടെ വരെ പോയി കണ്ടിട്ട് വേഗം വരാം. ഗീത അയാളുടെ മുഖത്തേക്ക് നോക്കാതെ തൻ്റെ സാരിത്തുമ്പ് കയ്യിൽ പിടിച്ച് തല താഴ്ത്തിക്കൊണ്ട് ഇടറിയ സ്വരത്തിൽ രവിയോട് പറഞ്ഞു. ഗീത പറഞ്ഞു തീർന്നതും മുറിയുടെ ചുവരുകൾ കുലുങ്ങുന്ന പോലെ വലിയ ശബ്ദത്തിലായിരുന്നു അയാൾ മറുപടി പറഞ്ഞത്. തൽക്കാലം നീ ഇപ്പോൾ എവിടെയും പോകണ്ട. കുറച്ചു ദിവസം മുന്നേ അല്ലേ നീ വീട്ടിൽ പോയത്? ഇങ്ങനെ നിനക്ക് തോന്നുന്ന പോലെ ഇറങ്ങിപ്പോവുകയും വരികയും ചെയ്യുന്നത് ഈ വീട്ടിൽ നടക്കില്ലെന്ന് ഞാൻ നിന്നോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. നിനക്ക് അടുക്കളയിൽ ജോലിയൊന്നുമില്ലേ? അയാൾ ശബ്ദമുയർത്തിക്കൊണ്ട് ചോദിച്ചു. ഗീത, അവൾ എന്ത് കാര്യം ആവശ്യപ്പെട്ട് ചോദിച്ചാലും അയാളുടെ ഭാഗത്തു നിന്ന് ഒരിക്കൽ പോലും നല്ല മറുപടി അവൾക്ക് കിട്ടാറുണ്ടായിരുന്നില്ല. ഗീതയുടെ വീട്ടുകാരെയോ കുടുംബക്കാരെയോ സംബന്ധിക്കുന്ന കാര്യം വരുമ്പോൾ പ്രത്യേകിച്ചും. അയാളുടെ വാക്കുകൾ കുറച്ചൊന്നുമല്ലായിരുന്നു അവളെ വിഷമിപ്പിച്ചുകൊണ്ടിരുന്നത്. കാര്യം ഗീത രവിയുടെ ഭാര്യയൊക്കെ ആണെങ്കിലും അങ്ങനെ ഒരു സ്ഥാനം അയാൾ ഒരിക്കലും അവൾക്ക് നൽകിയിട്ടുണ്ടായിരുന്നില്ല. ഒരു വീട്ടുജോലിക്കാരിയെ പോലെ മാത്രമാണ് അയാൾ അവളെ കണ്ടിരുന്നത്. അയാളുടെ എല്ലാ ആവശ്യങ്ങളും ചെയ്തു കൊടുക്കുന്ന വെറും വേലക്കാരിയെ പോലെ ഒരു ജീവിതമായിരുന്നു അവൾക്ക് ആ വീട്ടിലുണ്ടായിരുന്നത്. വഴക്കിടുമ്പോഴൊക്കെ പലപ്പോഴും അവൾ മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ട്, എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തു കളഞ്ഞാലോ എന്നൊക്കെ. പക്ഷേ ഞാനില്ലാതായാൽ എൻ്റെ മോളുടെ അവസ്ഥ എന്തായിരിക്കുമെന്നോർക്കുമ്പോൾ എല്ലാം സഹിച്ചു പിടിച്ചു നിൽക്കും. അയാളുടെ വാക്കുകൾക്ക് മുന്നിൽ ഒരു നിമിഷ നേരത്തേക്ക് ഗീത ആകെ പരിഭ്രമിച്ചു നിന്നുപോയി. അവളുടെ കലങ്ങിച്ചുവന്ന കണ്ണുകളിൽ കണ്ണുനീർ വാർന്നിറങ്ങുന്നത് രവിക്ക് കാണാമായിരുന്നു. എന്നാലും അയാൾ അതൊന്നും കാര്യമാക്കാതെ ജോലിക്ക് പോകാനിറങ്ങി. ഗീത നിറ കണ്ണുകളോടെ അയാൾ ബൈക്ക് എടുത്തു പോകുന്നത് ഉമ്മറത്തു നിന്ന് നോക്കി നിന്നു. അയാൾ അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോഴെങ്കിലും വീട്ടിൽ പോയിക്കോ, വേഗം വന്നാൽ മതിയെന്ന് സമ്മതം പറയുമെന്ന് ഗീത വിചാരിച്ചിരുന്നു. പക്ഷേ അങ്ങനെ ഒരു വാക്കുപോലും രവിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. വീട്ടിലൊന്നു പോയി അമ്മയെ ഒന്ന് കാണാൻ ഇനി എന്തു ചെയ്യും? 8 മാസം മുന്നെയാണ് അമ്മയെ ഒന്ന് കണ്ടത്. ഇപ്പോൾ കൊല്ലം 1 ആകാൻ പോകുന്നു. അച്ഛൻ മരിച്ചിട്ടിപ്പോൾ 2 വർഷം കഴിഞ്ഞു. അതിനുശേഷം അമ്മ വീട്ടിൽ ഒറ്റയ്ക്കാണ്. അമ്മയുടെ അടുത്ത കൂട്ടുകാരിയാണ് ജാനുവേട്ടത്തി. തൊട്ടടുത്ത വീട്ടിലുള്ളതാണ്. ജാനുവേട്ടത്തിക്ക് ഒരു മോളുണ്ട്, ലീല. തൻ്റെ കൂട്ടുകാരിയാണ്. 10ാം ക്ലാസ് വരെ ഞങ്ങൾ ഒരുമിച്ചാണ് പഠിച്ചിരുന്നത്. ഇപ്പോൾ കല്യാണം കഴിഞ്ഞു പോകുന്നതിന് ശേഷം അവളെയും കാണാറില്ല. കാണാൻ കൊതിയാകാറുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ? ഇടയ്ക്കൊക്കെ വീട്ടിൽ പോകുമ്പോൾ അവളെക്കുറിച്ച് താൻ ചോദിക്കും. അങ്ങനെയുള്ള അറിവ് മാത്രമേ ഉള്ളൂ. ജാനുവേട്ടത്തിയുടെ വീട്ടിൽ ചെന്ന് അമ്മ തന്നെ ഫോൺ വിളിക്കാറുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ കുറച്ചായിട്ട് വിളിക്കാറില്ല. അവിടേക്ക് വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. അതുകൊണ്ട് അമ്മയുടെ കാര്യം ഒന്നും അറിയാൻ പറ്റുന്നില്ല. പാവം അമ്മയുടെ കാര്യം ഓർക്കുമ്പോൾ മനസ്സിന് വല്ലാത്ത വിഷമമാണ്. സ്വന്തം വീട്ടിൽ പോയി അമ്മയെ ഒന്ന് കാണാൻ ഒരാളുടെ മുന്നിൽ അപേക്ഷിക്കേണ്ട ഒരു മകളുടെ അവസ്ഥ. ഒരു ഭാര്യ ആയിരിക്കുമ്പോൾ എന്തൊക്കെ ബുദ്ധിമുട്ട് സഹിക്കണം. തൻ്റെ കല്യാണത്തിന് കാര്യമായിട്ടൊന്നും തരാൻ അച്ഛനും അമ്മയ്ക്കും കഴിഞ്ഞിരുന്നില്ല. അന്ന് അങ്ങനെയുള്ള ഒരു സാഹചര്യമല്ലായിരുന്നു വീട്ടിൽ. രവിയേട്ടൻ്റെ അനുജൻ സാമ്പത്തികമായിട്ട് മോശമല്ലാത്ത വീട്ടിൽ നിന്നാണ് കല്യാണം കഴിച്ചത്. അവന് പെണ്ണിൻ്റെ വീട്ടിൽ നിന്നും കൊടുത്തതിൻ്റെ ഒരു 1/4 ഭാഗം പോലും നിന്റെ വീട്ടിൽ നിന്ന് കിട്ടിയിട്ടില്ല. എന്നിട്ടും നിന്നെ തീറ്റി പോറ്റുന്നില്ലേ? എൻ്റെ കാലക്കേടിനായിപ്പോയി. പറഞ്ഞ വാക്ക് പാലിക്കാത്ത ദാരിദ്ര്യം പിടിച്ച കുടുംബത്തിൽ നിന്നും കല്യാണം വേണ്ടായിരുന്നു എന്നിടയ്ക്ക് വഴക്കുണ്ടാകുമ്പോൾ രവി എടുത്തു പറയും. എൻ്റെ വീട്ടുകാരോടുള്ള ദേഷ്യം അയാൾ എന്നോട് ഇങ്ങനെയൊക്കെ തീർക്കുകയാണ്. അവൾ മനസ്സിൽ ചിന്തിച്ചു. അയാൾ ഇതുവരെ പറഞ്ഞതും ചെയ്തതുമായ കാര്യങ്ങൾ ഓരോന്നോർത്തുകൊണ്ട് കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ സാരിത്തുമ്പെടുത്ത് തുടച്ച് ഗീത ഉമ്മറത്തെ വാതിലടച്ചു. എൻ്റെ മോൾ, അവൾ സ്കൂളിൽ പോയിരിക്കുകയാണ്. ഈശ്വര, എൻ്റെ മോൾക്ക് എന്നെപ്പോലെയുള്ള ഗതിയൊന്നും വരുത്തരുതേ, അവൾ മനസ്സിൽ പ്രാർത്ഥിച്ചു. അല്പസമയം ഒന്ന് ആലോചിച്ചതിന് ശേഷം അവൾ ഒരു തീരുമാനമെടുത്തു.
എന്തായാലും ഇന്ന് വീട് വരെ പോയി അമ്മയെ ഒന്ന് കാണണം. എന്ത് വന്നാലും വേണ്ടില്ല, താൻ പോകും, അവൾ മനസ്സിൽ ഉറപ്പിച്ചു. ഗീത വേഗം അടുക്കളയിൽ പോയി കൈനീട്ടി തട്ടിൻപുറത്ത് നിന്ന് ഹോർലിക്സിൻ്റെ ഒരു കുപ്പിയെടുത്തു. രവിയുടെ പാൻറ്റും ഷർട്ടും അലക്കുമ്പോൾ അവൾക്ക് ഇടയ്ക്കിടയ്ക്ക് ചില്ലറ പൈസ കിട്ടാറുണ്ട്. അതെല്ലാം അവളെടുത്ത് ഒരു പാത്രത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അവൾ ആകാംക്ഷയോടെ പൈസ ഇട്ടു വെച്ച ആ ഹോർലിക്സ് പാത്രം എടുത്ത് അടുക്കളയിലെ മേശയിൽ ചെരിഞ്ഞു. ചില്ലറ പൈസ മുഴുവൻ എണ്ണിയെടുത്തു. ധൃതിപ്പെട്ട് കുളി കഴിഞ്ഞ് വസ്ത്രം മാറി മുറ്റത്തിറങ്ങിപ്പോകുന്നതിനിടയിൽ അയൽവീട്ടിലെ മായേച്ചി തുണികൾ മാറിയിടുന്നത് കണ്ട് ഗീത മായേച്ചിയെ വിളിച്ചു. മായേച്ചി, ഞാനൊന്ന് വീട് വരെ പോയിട്ട് വരാം. ഞാൻ വരാൻ വൈകുവാണെങ്കിൽ മോള് സ്കൂൾ വിട്ട് വന്നാൽ ഒന്ന് വിളിച്ച് വീട്ടിലിരുത്തണം. എന്താ, എന്തു പറ്റി ഗീതേ, പെട്ടെന്നൊരു പോക്ക്? അമ്മയ്ക്ക് എന്തെങ്കിലും വയ്യായികയുണ്ടോ? മായേച്ചിയുടെ ചോദ്യം വന്നു. ഏയ്, ഒന്നുമില്ല മായേച്ചി, അമ്മയെ ഒന്ന് കാണണമെന്ന് തോന്നി. കുറേ നാളായി കണ്ടിട്ട്. ഇങ്ങോട്ടൊന്നും ബസ്സിൽ യാത്ര ചെയ്തു വരാൻ അമ്മയെക്കൊണ്ട് ഒറ്റയ്ക്ക് കൂട്ടിയാൽ കൂടില്ല. പെട്ടെന്നൊന്ന് പോയി വരാമെന്ന് കരുതി ഇറങ്ങിയതാണ് ഞാൻ. ശരി ഗീതേ, നീ പോയിക്കോ. മോള് വന്നാൽ ഞാൻ നോക്കിക്കോളാം. ശരി മായേച്ചി, എന്നാൽ ഞാനൊന്ന് പോയി വരാം. ഗീത വേഗം ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. അധികം കാത്തിരിക്കേണ്ടി വന്നില്ല. വൈകാതെ തന്നെ നാട്ടിലേക്കുള്ള ബസ് കിട്ടി. 2 ദിവസമായി അമ്മയുടെ ഓർമ്മ തന്നെയാണ് എപ്പോഴും മനസ്സിൽ. ആദ്യമായിട്ടാണ് രവിയേട്ടനോട് പറയാതെ പുറത്തേക്കൊന്ന് പോകുന്നത്. പറയാതെ പോയതറിഞ്ഞാൽ എന്തായാലും വഴക്ക് പറയും, തല്ലും കിട്ടും. സാരില്ല, സ്വന്തം അമ്മയെ കാണാൻ വേണ്ടിയിട്ടല്ലേ, അതങ്ങ് സഹിച്ചേക്കാം, ഗീത മനസ്സിൽ വിചാരിച്ചു. ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ മുഴുവൻ സ്വന്തം നാടിൻ്റെയും വീടിൻ്റെയും ഭംഗിയായിരുന്നു അവളുടെ മനസ്സിൽ വന്നത്. ഒരു പഴയ ഓടുമേഞ്ഞ ബസ് സ്റ്റോപ്പ്. ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയാൽ കാണുന്നത് ഒരു ചായപ്പീടികയാണ്, ബാലേട്ടൻ്റെ. ബാലേട്ടൻ അച്ഛൻ്റെ ഉറ്റ ചങ്ങാതിയായിരുന്നു. കുട്ടിയായിരിക്കുമ്പോൾ അച്ഛൻ എന്നെയും കൊണ്ട് ഇടയ്ക്കൊക്കെ ബാലേട്ടൻ്റെ പീടികയിൽ വരും. അവിടെ നിന്ന് ചായയും പലഹാരവും വാങ്ങിത്തരും. അവിടുത്തെ തേഞ്ഞു പൊട്ടാറായ ബെഞ്ചിലിരുന്ന് മതിയാവോളം പലഹാരം കഴിച്ചിട്ടുണ്ട്. അന്ന് അച്ഛനോടൊപ്പം പോകുമ്പോൾ അമ്മ വിളിച്ചു പറയുമായിരുന്നു, മോളെ, പോയി വരുമ്പോൾ ബാലേട്ടൻ്റെ പീടികയിൽ നിന്ന് വൈകിട്ടത്തെ ചായക്ക് നെയ്യപ്പം വാങ്ങിക്കോട്ടോ, നിനക്ക് നെയ്യപ്പം വലിയ ഇഷ്ടല്ലേ? കാര്യം എൻ്റെ പേരെടുത്താണ് പറയുന്നതെങ്കിലും അവിടുത്തെ നെയ്യപ്പം അമ്മയ്ക്ക് വലിയ ഇഷ്ടമാണെന്ന് അച്ഛൻ അറിയാമായിരുന്നു. തിരികെ വരുമ്പോൾ അച്ഛൻ വലിയൊരു പൊതി അമ്മയ്ക്കായി വാങ്ങും. അതൊക്കെ ഒരു കാലം, ഒരിക്കലും തിരിച്ചു കിട്ടാത്ത നല്ല കാലം, ഗീത ഓർത്തു. അതുകൊണ്ട് തന്നെ അമ്മയെ കാണാൻ പോകുന്ന സമയത്ത് എപ്പോഴും നെയ്യപ്പം വാങ്ങിയിട്ട് മാത്രമേ അവൾ പോകാറുള്ളൂ. ഇന്നും ബാലേട്ടന് പകരം മറ്റാരുടേതോ ആണ് ആ കട. ചായപ്പീടികയുടെ ഇരുവശത്തുമുള്ള നോക്കത്താ ദൂരം നീണ്ടുകിടക്കുന്ന നെൽപ്പാടവും തെങ്ങിൻ തോപ്പുകളും, തെങ്ങിൻ തോപ്പിനിടയിൽ കൂടി ഒഴുകുന്ന നീർച്ചാലും കുട്ടിക്കാലത്ത് ഓടിക്കളിച്ച വയൽവരമ്പുകളുമൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സ് നിറയും. അച്ഛൻ പണി കഴിഞ്ഞു വരുമ്പോൾ കൊണ്ടുവരുന്ന നാരങ്ങമിഠായി കഴിക്കാൻ വേണ്ടി വീട്ടിൻ്റെ ഉമ്മറക്കോലായിൽ അമ്മയുടെ മടിയിൽ തല ചായ്ച്ചു വെച്ച് കിടക്കും. അച്ഛൻ എത്തുവോളം നോക്കത്താ ദൂരം നീണ്ടു കിടക്കുന്ന നെൽപ്പാടത്തിനിടയിലൂടെ പാടവരമ്പത്തേക്ക് നോക്കി കാത്തിരിക്കും. അതൊന്നും ഇനി ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ആ പഴയ ബാല്യത്തിൻ്റെ ഓർമ്മകൾ മാത്രമാണെന്ന് മനസ്സിലോർക്കുമ്പോൾ മനസ്സിനെന്തെന്നില്ലാത്തൊരു വിഷമമാണ്. ഓരോന്നോർത്തങ്ങനെ കണ്ണടച്ചിരുന്ന് ഇറങ്ങാനുള്ള സ്ഥലമെത്തിയതൊന്നും അവൾ അറിഞ്ഞില്ല. കണ്ടക്ടർ സ്ഥലമെത്തിയെന്ന് പറഞ്ഞു വിളിച്ചപ്പോഴാണ് പെട്ടെന്നറിഞ്ഞത്. വേഗം ബസ്സിൽ നിന്നും ഇറങ്ങി നേരെ മുന്നിലുള്ള ചായപ്പീടികയിലേക്ക് നടന്നു. അവിടെ നിന്ന് അമ്മയുടെ പതിവ് പലഹാരം വാങ്ങണം. ആ ഗീതുമോളെ, കുറേ നാളായല്ലോ ഈ വഴിക്കൊക്കെ കണ്ടിട്ട്. ഇപ്പോൾ അമ്മയുടെ അടുത്തേക്കൊന്നും വരാറില്ലേ? പീടികയിൽ ഇരുന്നു കൊണ്ട് അയൽവാസിയായ വാസുവേട്ടൻ ചോദിച്ചു. ഇപ്പോൾ കുറച്ചായിട്ട് അങ്ങനെ വരാൻ കഴിയാറില്ല വാസുവേട്ടാ, ഓരോ തിരക്കായി നടക്കുകയാണ്. അതിനിടയിൽ വല്ലപ്പോഴും ഇതുപോലെ വരും. സംസാരത്തിനിടയിൽ കയ്യിലെ ചില്ലറ പൈസ ആരും കാണാതെ എണ്ണിയെടുത്ത് അപ്പവും വാങ്ങി വീട്ടിലേക്കുള്ള പാടവരമ്പിൽ കൂടി അവൾ മെല്ലെ നടന്നു നീങ്ങി. പാടവരമ്പിൽ കൂടി നടക്കുമ്പോഴും മനസ്സ് അവളുടെ കുട്ടിക്കാലത്തേക്ക് തന്നെ അവൾ അറിയാതെ പോയിക്കൊണ്ടിരുന്നു. കൂട്ടുകാരികളോട് തോടിക്കളിച്ച് നടന്നിരുന്ന ബാല്യകാലവും അമ്മയുടെ കൈത്തുമ്പ് പിടിച്ച് സ്കൂളിൽ പോയിരുന്ന പാടവരമ്പുമൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെ. ഈ സ്ഥലത്തിന് ഇപ്പോഴും ഒരു മാറ്റവുമില്ല. മാറിയതൊക്കെ ഞങ്ങളാണ്. ഓരോന്നോർത്ത് വീടിന് മുറ്റത്തെത്തിയതൊന്നും ഗീത അറിഞ്ഞില്ല. മുറ്റത്തമ്മ ഉണങ്ങിയ വിറകുകൾ എടുത്തു കെട്ടി വയ്ക്കുന്നത് ഗീത പടിക്കൽ നിന്ന് കണ്ടു. അമ്മയെന്ന് നീട്ടി വിളിച്ചുകൊണ്ട് അവൾ വേഗത്തിൽ അമ്മയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു.
ആ വിളി കേട്ടതും അമ്മ ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. ഗീതയും അമ്മയും സന്തോഷം കൊണ്ട് പരസ്പരം വാരിപ്പുണർന്നു. മോളെ, എത്ര നാളായി എൻ്റെ മോളെ അമ്മയൊന്ന് കണ്ടിട്ട്. എൻ്റെ കുട്ടിക്ക് സുഖം തന്നെയല്ലേ? അമ്മയുടെ തോളത്തുണ്ടായിരുന്ന തോർത്തുമുണ്ടെടുത്ത് അമ്മ ഗീതയുടെ മുഖത്തുണ്ടായിരുന്ന ചെറിയ വിയർപ്പ് തുള്ളികൾ ഒപ്പിയെടുത്തുകൊണ്ട് ചോദിച്ചു. അപ്പോഴേക്കും സന്തോഷവും സങ്കടവും ഓടി വന്ന് അമ്മയുടെ ചോദ്യത്തിന് മറുപടി പറയാൻ പറ്റാത്ത വണ്ണം ഗീതയുടെ മനസ്സിനെ തളർത്തി കളഞ്ഞിരുന്നു. കണ്ണിൽ നിന്നും കണ്ണുനീർ വാർന്നൊഴുകുന്നുണ്ടായിരുന്നു. ഒരു മൂളലിൽ അവൾ മറുപടി ഒതുക്കി. എൻ്റെ മോള് വാ, അകത്തേക്ക് കയറിയിരിക്കേ. അമ്മയോടൊപ്പം ഗീത ഉമ്മറക്കോലായിലേക്ക് കയറിയിരുന്നു. അച്ചുമോൾ എന്തിയേ? അവള് സ്കൂളിൽ പോയതാണോ? അമ്മ ചോദിച്ചു. അതെ അമ്മേ, അവള് സ്കൂളിൽ പോയതാണ്. തിരിച്ചു വരുമ്പോഴേക്ക് എനിക്ക് അവിടെ എത്തണം. കുറച്ച് ദിവസമായി അമ്മയെ കാണാൻ വരണമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഓടിപ്പോകുന്നതാണ്. ജാനുവേടത്തി ഇങ്ങോട്ട് വരാറില്ലേ അമ്മേ? ഞാൻ 2-3 പ്രാവശ്യം വിളിച്ചിട്ടുണ്ടായിരുന്നു അമ്മയെ ഒന്ന് കിട്ടാൻ വേണ്ടി ജാനുവേടത്തിയുടെ വീട്ടിലേക്ക്. പക്ഷെ ഫോണിൽ കിട്ടുന്നേ ഇല്ലല്ലോ, ഗീത ചോദിച്ചു. അവിടുത്തെ ഫോൺ കേടാണ് മോളെ. കുറച്ച് ദിവസം മുൻപ് ജാനു പറഞ്ഞിരുന്നു. പിന്നെ ജാനു ഇപ്പോൾ ലീലയുടെ വീട്ടിലാണ്. കുറച്ച് ദിവസം അവിടെ നിൽക്കാൻ വേണ്ടി കൂട്ടിക്കൊണ്ടു പോയതാണ്. ഇവിടെ ഉള്ളപ്പോൾ എനിക്കൊരു കൂട്ടായിരുന്നു. അധിക ദിവസവും ഇവിടെ വരും. വന്നാൽ കുറേ നേരം കഥ പറഞ്ഞിരിക്കും. വരുമ്പോഴൊക്കെ നിൻ്റെയും ലീലയുടെയും കഥകളാണ് അധികവും പറയുക. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കളിച്ച് വളർന്നവരല്ലേ. എല്ലാം അതൊക്കെ പോട്ടെ, നിൻ്റെ കുട്ടി എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടായിരുന്നോ? മോളിങ്ങനെ പെട്ടെന്ന് വരുമെന്ന് അമ്മയ്ക്ക് അറിയില്ലല്ലോ. അതുകൊണ്ട് കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അമ്മ ഗീതയെ നോക്കി. കഴിച്ചിട്ടുണ്ടായിരുന്നമ്മേ. അമ്മയുടെ മടിയിലേക്ക് തല ചായ്ച്ച് കിടന്നുകൊണ്ട് ഗീത പറഞ്ഞു. അമ്മ അവളെ സ്നേഹത്തോടെ തലോടി. അമ്മയുടെ മടിയിൽ അങ്ങനെ തലവെച്ച് കിടക്കുമ്പോൾ കിട്ടുന്ന വാത്സല്യവും കരുതലും സുഖവും മറ്റൊരിടത്തു നിന്നും കിട്ടില്ല എന്നോർക്കുമ്പോൾ അവൾക്ക് വല്ലാതെ വേദനിച്ചു. ഓടിക്കളിച്ച് നടന്നിരുന്ന സുന്ദരമായ കുട്ടിക്കാലത്ത് നിന്ന് വലുതാകേണ്ടിയിരുന്നില്ല എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അവൾ ഓർത്തു. ഇടയ്ക്ക് എന്തെങ്കിലും ഒച്ചയോ അനക്കമോ കേൾക്കുമ്പോൾ ഞാൻ വാതിൽ തുറന്ന് ഉമ്മറക്കോലായിൽ വന്നു നോക്കും, മോളാണെന്ന് വിചാരിച്ച്. മോള് വന്നിട്ടിപ്പോൾ 8 മാസം കഴിഞ്ഞില്ലേ? അമ്മയ്ക്ക് കരച്ചിൽ വന്നു. അതെ അമ്മേ. അമ്മയുടെ ചോദ്യത്തിന് ചെറിയൊരു വിഷമത്തോടെ ഗീത മറുപടി പറഞ്ഞു. അന്ന് കണ്ടതിനേക്കാളും വല്ലാതെ ക്ഷീണിച്ചു പോയിരിക്കുന്നു എൻ്റെ കുട്ടി. എൻ്റെ മോൾക്ക് എന്തെങ്കിലും വയ്യായികയുണ്ടോ? അതോ അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? രവി ഇപ്പോഴും മോളെ വഴക്ക് പറയാറുണ്ടോ? എൻ്റെ കുട്ടി അമ്മയോട് പറ. തലമുടിയിൽ കൂടി വാത്സല്യത്തോടെ വിരലോടിച്ചുകൊണ്ട് അമ്മ ഗീതയോട് ചോദിച്ചു. അത് ചോദിക്കുമ്പോൾ അമ്മയുടെ ശബ്ദത്തിൻ്റെ ഇടർച്ച ഗീതയ്ക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു. അവിടെ അമ്മ കരുതും പോലെ ഇപ്പോൾ ഒരു കുഴപ്പവുമില്ല അമ്മേ. ഗീത അമ്മയെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി പറഞ്ഞു. എൻ്റെ ഗീതുമോളെ ഞാൻ ഇന്നും ഇന്നലെയൊന്നും കാണാൻ തുടങ്ങിയതല്ലല്ലോ. മക്കൾ എന്തൊക്കെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചാലും അമ്മമാർക്ക് മക്കളുടെ മുഖം കണ്ടാൽ എല്ലാം മനസ്സിലാകും. രവിയുടെ ആലോചന വേണ്ടായിരുന്നു എന്ന് അമ്മയ്ക്ക് എപ്പോഴും തോന്നും. അമ്മ സങ്കടത്തോടെ പറഞ്ഞു. അമ്മയുടെ വാക്കുകൾക്ക് ഗീതയുടെ അടുത്ത് നിന്ന് മറുപടിയൊന്നും ഉണ്ടായില്ല. പക്ഷേ അവളുടെ നിറഞ്ഞ കണ്ണുകളിൽ നിന്ന് ചോദ്യത്തിനുള്ള മറുപടി അമ്മയ്ക്ക് വായിച്ചെടുക്കാമായിരുന്നു. അവർ തമ്മിലുള്ള സംസാരത്തിനിടയിൽ സമയം കടന്നുപോയത് അവർ രണ്ടുപേരും അറിഞ്ഞതേയില്ല. അതിനിടയ്ക്ക് അമ്മ അവൾക്ക് ഭക്ഷണം വാരിക്കൊടുത്ത് കഴിപ്പിച്ചു. അമ്മേ, എന്നാൽ ഞാൻ പോകാൻ നോക്കട്ടെ. ഇപ്പോൾ തന്നെ വല്ലാതെ വൈകി. മോള് സ്കൂളിൽ നിന്നും വരുന്നതിന് മുന്നേ വീട്ടിലെത്തണം. ഇനിയും വൈകിയാൽ ചിലപ്പോൾ ബസ് കിട്ടിയെന്ന് വരില്ല. താൻ പോവുകയാണെന്ന് പറഞ്ഞത് കേട്ടപ്പോൾ അമ്മയുടെ മുഖത്തെ വിഷമം അവൾക്ക് കാണാമായിരുന്നു. അമ്മയുടെ കണ്ണുകൾ പതിയെ നിറഞ്ഞു. എൻ്റെ കുട്ടിയെ അമ്മ ഇനി എന്നാ ഒന്ന് കാണുക? ഗീതയെ തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് കോലായിൽ നിന്നും മുറ്റത്തിറങ്ങി പതിയെ നടക്കുന്നതിനിടയിൽ അമ്മ ചോദിച്ചു. അത് ചോദിക്കുമ്പോൾ അമ്മയുടെ സ്വരം ഇടറുന്നുണ്ടായിരുന്നു. എൻ്റെ അമ്മയെ കാണണമെന്ന് എനിക്ക് തോന്നുമ്പോൾ ഞാൻ ഇങ്ങോട്ട് ഓടി വരില്ലേ? കലങ്ങി നിറഞ്ഞ കണ്ണുകൾ തുടച്ച് ഒരു നെടുവീർപ്പോടെ ഗീത അത് പറഞ്ഞുകൊണ്ട് നടക്കാൻ ഭാവിക്കുമ്പോഴാണ് മോൾ അവിടെ നിൽക്ക് എന്ന് പറഞ്ഞ് അമ്മ തൻ്റെ മടിക്കുത്തിൽ തിരികെ വെച്ചിരുന്ന കുറച്ച് നോട്ടുകൾ കയ്യിലെടുത്തത്. എന്നിട്ട് അത് ചുരുട്ടി ഗീതയുടെ കയ്യിൽ പിടിപ്പിച്ചു. മോളിത് കയ്യിൽ വെച്ചോ, പെൻഷൻ കിട്ടിയ പൈസയാണ്. എനിക്ക് ഇത്രയൊന്നും വേണ്ട. നിനക്ക് എന്തെങ്കിലും വാങ്ങാനൊക്കെ ഉണ്ടാവില്ലേ? എല്ലാ കാര്യത്തിനും രവിയോട് ചോദിക്കാൻ പറ്റുമോ നിനക്ക്? അയ്യോ വേണ്ടമ്മേ, എൻ്റെയിലുണ്ട്, ഗീത വാങ്ങാൻ കൂട്ടാക്കാതെ പറഞ്ഞു. മോള് വേണ്ടാന്ന് പറയണ്ട, ഇത് കയ്യിൽ വെക്കേ. അമ്മമ്മ തന്നതാണെന്ന് പറഞ്ഞ് അച്ചുമോൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണം. അമ്മ അവളെ നിർബന്ധിച്ചു. ഗീത ഒന്ന് മൂളി.
വാങ്ങിക്കൊടുക്കാം അമ്മേ. നിറകണ്ണുകളോടെ അവൾ പൈസ വാങ്ങി കയ്യിൽ വെച്ച് പതിയെ നടന്നു നീങ്ങി. തൻ്റെ മകൾ കണ്ണിൽ നിന്നും മറയുന്നതുവരെ പാടവരമ്പിലേക്ക് നോക്കി നിൽക്കുന്ന അമ്മയെ നിറഞ്ഞ കണ്ണുകളാൽ അവൾ കാണുന്നുണ്ടായിരുന്നു. അമ്മയെ പലവട്ടം തിരിഞ്ഞു നോക്കിക്കൊണ്ട് അവൾ മുന്നോട്ട് നടന്നു. അമ്മ അപ്പോൾ കരയുകയായിരുന്നു. കണ്ണീരൊപ്പുന്ന അമ്മയെ ദൂരെ വരെ അവൾ കണ്ടു. ആ കണ്ണുനീർ കണ്ടുകൊണ്ട് തന്നെ ഗീത ഭർത്താവിനരികിലേക്ക് തിരിച്ചുപോയി. വിവാഹം കഴിഞ്ഞാൽ ഭർത്താവിൻ്റെയും കുട്ടികളുടെയും കാര്യങ്ങൾ നോക്കുന്നത് മാത്രമാണ് സ്ത്രീയുടെ ജീവിതമെന്ന് കരുതുന്ന രവിയെപ്പോലൊരു ഭർത്താവിനോട് പെറ്റമ്മയുടെ വിഷമം പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നില്ല. മോളെ കണ്ട് കൊതി തീരാതെ കണ്ണീര് തുടയ്ക്കുന്ന ആ അമ്മയുടെ ഹൃദയമിടിപ്പ് ഗീതയ്ക്ക് തിരിച്ചറിയാമായിരുന്നു. ഒപ്പം നീറുന്ന മനസ്സുമായി തിരിച്ചു പോകുന്ന ഗീതയുടെ സങ്കടം ആ അമ്മയ്ക്കും അറിയാമായിരുന്നു. മനസ്സില്ലാ മനസ്സോടെ തമ്മിൽ ഓർത്തുകൊണ്ട് അമ്മയും മോളും അവിടെ നിന്ന് പിരിഞ്ഞു. വല്ലപ്പോഴുമേ ഇനി ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച ഉണ്ടാകുമെന്ന് അവർക്കറിയാമായിരുന്നു. രവിയെപ്പോലൊരു ഭർത്താവിനിടയിൽ അങ്ങനെ നിവൃത്തിയുള്ളൂ. രവിയും മോളും തിരിച്ചെത്തുന്നതിന് മുൻപ് തന്നെ ഗീത വീട്ടിൽ തിരിച്ചെത്തി. കാലങ്ങൾ മുന്നോട്ടു പോയി. കണ്ണുനീർ വാർത്തുകൊണ്ട് തന്നെ രവിയോടൊപ്പമുള്ള നിമിഷങ്ങൾ ഗീത കഴിച്ചുകൂട്ടി. മോളെ പഠിപ്പിച്ച് എങ്ങനെയെങ്കിലും ഒരു നല്ല നിലയിലാക്കണമെന്നുള്ളത് മാത്രമായിരുന്നു ഗീതയുടെ മനസ്സിൽ. താൻ ജന്മം നൽകിയ കുഞ്ഞിനെ ഓർത്ത് മാത്രം അവൾ രവിക്കൊപ്പം പിടിച്ചു നിന്നു. കാലമേറെ കഴിഞ്ഞുപോയി. മോളെ പഠിപ്പിച്ചു. വിവാഹപ്രായമെത്തി വിവാഹം കഴിപ്പിച്ചയക്കുകയും ചെയ്തു. മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന കാലത്തിനിടയിൽ രവിക്കും ഗീതയ്ക്കും പല മാറ്റങ്ങളും സംഭവിച്ചു. പ്രായം കൂടുമ്പോൾ സന്ദർശിക്കാൻ വരുന്ന അതിഥിയായി പല രോഗങ്ങളും ബുദ്ധിമുട്ടുകളും രവിക്ക് വന്നെത്തി. അതിൻ്റെ പരിണിത ഫലമെന്നോണം പ്രഷർ കൂടി തളർന്നു വീഴുകയും ചെയ്തു. അതുവരെ ഉണ്ടായിരുന്ന രവിയുടെ ധാർഷ്ട്യവും ദേഷ്യവും ഒക്കെ അവസാനിക്കുന്നത് രവി കിടപ്പിലായ ശേഷമാണ്. ഒരു ജീവിതം മുഴുവൻ താൻ ചവിട്ടി അരച്ച തൻ്റെ ഭാര്യ മാത്രമേ കിടപ്പിലായപ്പോൾ തന്നെ ശുശ്രൂഷിക്കാനുള്ളൂ എന്നോർത്തപ്പോൾ രവിയുടെ കണ്ണ് നിറയാൻ തുടങ്ങി. ആ കിടപ്പിൽ രവിക്ക് ഗീതയോട് ദേഷ്യപ്പെടാൻ കഴിയുമായിരുന്നില്ല. കാരണം പല്ല് തേച്ചു തരുന്നതും ബാത്റൂമിൽ കൊണ്ടുപോകുന്നതും കുളിപ്പിക്കുന്നതും ഭക്ഷണം വാരിത്തരുന്നതും എന്തിന് ദാഹിക്കുമ്പോൾ ഒരിറ്റ വെള്ളം തൊണ്ടയിലേക്ക് ഇറക്കണമെങ്കിൽ അതിനു പോലും ഗീതയുടെ സഹായം അയാൾക്ക് ആവശ്യമായിരുന്നു. അഹംഭാവം കൊണ്ടും ദേഷ്യം കൊണ്ടും താൻ ചെയ്തു പോയ കാര്യങ്ങളോർത്ത് ദുഃഖിക്കാനേ അയാൾക്കപ്പോൾ ആയുള്ളൂ. ആ കിടപ്പിലും അയാൾ ഏറെ കൊതിച്ചത് ഏക മകളായ അനാമികയെ കാണാനായിരുന്നു. കിടപ്പിലായത് കാരണം മോളെ അങ്ങോട്ട് പോയി കാണാൻ കഴിയില്ലായിരുന്നു. മോളെ ഒന്ന് കാണണമായിരുന്നു ഗീതയെ. സ്വപ്നത്തിലൊക്കെ അവളെ കണ്ട് വല്ലാതെ നെഞ്ചു പിടയ്ക്കുന്നു. കുട്ടി ഇപ്പോൾ ഇങ്ങോട്ട് വരാറേ ഇല്ലല്ലോ. എത്ര കാലമായി അവളും ഭർത്താവും ഒന്നിങ്ങോട്ട് വന്നിട്ട്. അവളുടെ അച്ഛനും അമ്മയുമല്ലേ നമ്മൾ. ഇടയ്ക്കൊന്ന് വന്ന് നമ്മളെ കണ്ടിട്ട് പോയിക്കൂടെ അവൾക്ക്? നമുക്ക് വേറെ ആരാ ഉള്ളത്? ഒരു ഉച്ചയ്ക്ക് മോളെ സ്വപ്നം കണ്ട് ഞെട്ടി എണീറ്റ് രവി നിറഞ്ഞ കണ്ണുകളോടെ ഗീതയോട് ചോദിച്ചു. രവി ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ കേട്ട് നിൽക്കാനേ ഗീതയ്ക്കാകുമായിരുന്നുള്ളൂ. മറുപടി ഒന്നും പറയാതെ അവൾ രവിയുടെ കണ്ണുകളിലേക്ക് നോക്കി. നിറഞ്ഞു വന്ന കണ്ണുനീരിനെ നിയന്ത്രിച്ചു നിർത്താൻ രവി ഒരുപാട് പാടുപെടുന്നുണ്ടായിരുന്നു. അപ്പോൾ കല്യാണം കഴിഞ്ഞെന്ന് കരുതി കുട്ടി നമ്മളെ പാടെ ഉപേക്ഷിച്ചു. അവൾക്ക് ജന്മം കൊടുത്ത അച്ഛനും അമ്മയുമല്ലേ നമ്മൾ. വിളിക്കുമ്പോൾ ഇന്ന് വരാം നാളെ വരാമെന്ന് പറയുന്നതല്ലാതെ അവൾ വരുന്നേ ഇല്ലല്ലോ. സ്വരമിടറിക്കൊണ്ട് രവി അത് ചോദിക്കുമ്പോൾ പണ്ട് രവിയുടെ സ്ഥാനത്തുണ്ടായിരുന്ന സ്വന്തം അച്ഛനെയും അമ്മയെയുമാണ് ഗീതയ്ക്ക് ഓർമ്മ വന്നത്. കുട്ടിക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട് രവിയേട്ടാ. പക്ഷെ ജോലിയുടെ തിരക്കും വീട്ടിലെ കാര്യങ്ങളും ഒക്കെ ഒഴിവാക്കി അവൾക്ക് എപ്പോഴും ഇങ്ങോട്ട് ഓടി വരാൻ കഴിയില്ലല്ലോ. പിന്നെ അവൻ്റെ സമ്മതവും നോക്കണ്ടേ. രാവിലെ ജോലി കഴിഞ്ഞ് വൈകിട്ട് വീട്ടിലെത്തിയാൽ അവൾക്ക് ഭർത്താവിൻ്റെ കാര്യങ്ങളും കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. എന്നാലും അവൾക്ക് കുട്ടികളെയും കൂട്ടി ഒന്നിവിടെ വരെ വന്നു പോകാവുന്നതേ ഉള്ളൂ. പക്ഷേ അതിന് അവൾ മാത്രം വിചാരിച്ചിട്ട് കാര്യമുണ്ടോ? അവളുടെ ഭർത്താവിനും കൂടെ തോന്നണ്ടേ? കാലം ഒന്നിനും കണക്ക് ചോദിക്കാതിരുന്നിട്ടില്ല രവിയേട്ടാ. പണ്ട് എന്നെ കാണാതെ നെഞ്ചു പിടയ്ക്കുന്ന എൻ്റെ അമ്മയുടെ വിഷമം ഇപ്പോൾ രവിയേട്ടനും മനസ്സിലാകുന്നില്ലേ? അന്ന് രവിയേട്ടനായിരുന്നു എന്നെ കടിഞ്ഞാണിട്ടതെങ്കിൽ ഇന്ന് അതേപോലെ തന്നെ മോളുടെ ഭർത്താവും അവളോട് ചെയ്യുന്നു എന്ന് കൂട്ടിയാൽ മതി. അന്നത്തെ എൻ്റെ വിഷമവും എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും വിഷമവും എന്തായിരുന്നു എന്ന് രവിയേട്ടൻ ഇപ്പോഴല്ലേ മനസ്സിലാകുന്നത്? അതെ, അത് രവിയേട്ടന് മനസ്സിലാകാൻ ഇത്ര കാലങ്ങളെടുത്തു. അതങ്ങനെയാണ് രവിയേട്ടാ. അങ്ങനെ പലരുടെയും വിഷമങ്ങളും നെഞ്ചിലെ പിടപ്പും മനസ്സിലാക്കാൻ കാലങ്ങളെടുക്കും. അങ്ങനെ എത്രയോ നമ്മൾ ഇനിയും മനസ്സിലാക്കാൻ കിടക്കുന്നു. പലരും അനുഭവിച്ചു തീർത്ത വിഷമങ്ങളും നൊമ്പരങ്ങളും അറിയാനിരിക്കുന്നേ ഉള്ളൂ. നമ്മൾ മറന്നാലും കാലമെന്നൊന്നുണ്ട്.
അതെല്ലാവരോടും കണക്ക് ചോദിച്ചിരിക്കും. രവിയുടെ അരികിലിരുന്ന് ഗീത അത് പറയുമ്പോൾ രവിക്ക് അവളുടെ കണ്ണുകളിലേക്ക് നോക്കിയിരിക്കാനേ ആയുള്ളൂ. മറുപടി പറയാൻ അയാൾക്കൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കാരണം ഗീതയോട് ചെയ്ത പലതും അയാൾക്കിന്ന് സ്വന്തം മോളിലൂടെ കിട്ടിക്കൊണ്ടിരിക്കുന്നു. അവളെ ഒന്ന് കാണാൻ അയാളുടെ നെഞ്ചു പിടയ്ക്കുന്നു. ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് രവി മുകളിലേക്ക് നോക്കി. ദൈവമേ, ഇനിയും ഞാൻ എന്തെല്ലാം അനുഭവിക്കാനിരിക്കുന്നു. ഏറെ, വളരെയേറെ. ചെയ്തു പോയ പലതും പുറത്തു തരാനാകുമെങ്കിൽ കാലം പുറത്തു തരട്ടെ. നിയന്ത്രണം വിട്ട മനസ്സിനെ പിടിച്ചു നിർത്താൻ അയാൾ ഏറെ പാടുപെടുകയായിരുന്നു. വിറച്ചുകൊണ്ടയാൾ ഗീതയെ തൻ്റെ നെഞ്ചോട് ചേർത്തു. വാക്കുകൾ കൊണ്ട് മാപ്പ് പറയാനാകാതെ ഹൃദയം കൊണ്ടും വിറയാർന്ന കൈകൾ കൊണ്ടും അയാൾ ഭാര്യയെ വാരിപ്പുണർന്നു. തിരിച്ചറിവിൻ്റെ ഓരത്ത് നിന്ന് അയാളുടെ മനസ്സപ്പോൾ മന്ത്രിച്ചു. കാലത്തിൻ്റെ അഹങ്കാരത്തിൽ പലതും കാണിച്ചു കൂട്ടുന്ന പലർക്കും കാലം പലതും പകരം തരാനിരിക്കുന്നു.